എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണങ്ങളൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ഇഫ് സമ്മൺ ക്യാൻ ലവ് ലൈക്ക് ദാറ്റ്, ഹൗ ലക്കി ദ പേഴ്സൺ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർക്കുന്നു, നമ്മളങ്ങനെ അയച്ചിട്ടിട്ട് നമ്മളിങ്ങനെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഊരി എറിഞ്ഞിട്ട് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ സംഗമിക്കുന്നതാവട്ടെ ബന്ധങ്ങൾ. അതിനുള്ള ഉദാഹരണമായിരുന്നു ചെറുപുഞ്ചിരിയും മഞ്ഞും എന്നൊക്കെ പറയുന്നത്. ആശ്വസിക്കാം അല്ലെങ്കിൽ സമാധാനിക്കാം എന്നിട്ടുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മളും ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. എന്തായാലും നിങ്ങൾ കേട്ടോക്കി. ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഈ സിനിമയെ കുറിച്ച് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ റീസൺ, നിങ്ങളിത് കാണണമെന്ന് എനിക്ക് അതിയായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ ട്രൈ ടു വാച്ച് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പടത്തിൻ്റെ പേര്, രണ്ടാമത്തെ റീസൺ ഞാൻ പറയാം, ഐ ടെൽ യു ലേറ്റർ. പടത്തിൻ്റെ പേര് ഒരു ചെറുപുഞ്ചിരി എന്നുള്ളതാണ്. കുറേ മുമ്പ് കണ്ടതായിരുന്നു ഞാൻ. റീസെൻ്റ്ലി ഐ സോ ദ മൂവിയൊക്കെ. ഈ ഒരു പടം 2001-ലോ 2000-ലോ എങ്ങാണ്ടാണ് പടം ഇറങ്ങുന്നത്. ചില അത്രയും ഓൾഡ് ആയിട്ടുള്ളൊരു പടമാണ്. പടത്തിലെ നായകനായിട്ട് വരുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറും നായികയായിട്ട് വരുന്നത് നിർമ്മല ശ്രീനിവാസൻ മാമുമാണ്. എത്രത്തോളം ഈ ഒരു പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും എന്നൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ ഈ പടം എനിക്ക് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, അല്ലെങ്കിൽ ഭയങ്കര കാം ഡൗൺ ചെയ്തു തന്നെ, അല്ലെങ്കിൽ ഭയങ്കര പീസ് തോന്നി. ആൻഡ് ഐ ഫെൽറ്റ് സോ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി ഈ മൂവി. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയില്ല ഇന്ന് ഇത്തരത്തിലുള്ള പടങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ കാണാത്തോണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു ചെറുപുഞ്ചിരി എന്നുള്ള പടം പറഞ്ഞു വെക്കുന്നത് ഒരു കുഞ്ഞ് തോട്ടാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കഥയാണ്. 2 മനുഷ്യന്മാർ, വെരി സ്ട്രേഞ്ച് ആയിട്ടുള്ള 2 മനുഷ്യന്മാർ, വെരി ടിപ്പിക്കൽ, വെരി നോർമൽ ആയിട്ടുള്ള അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം അവർ ആ റിലേഷൻഷിപ്പിൽ പ്രണയത്തിലാകുകയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ്? ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് ചിലപ്പം ഭയങ്കര വണ്ടറായിട്ടൊക്കെ തോന്നും, അങ്ങനെ സംഭവിക്കുക എന്നൊക്കെ തോന്നും. അവിടെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ ഏറ്റവും ബ്യൂട്ടി ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, they were growing together. പടത്തിൽ കാണിക്കുന്ന സീനുകൾ, വിഷ്വൽസ് അവരുടെ ഒരു പ്രായമായിട്ടുള്ള സമയത്ത്, ആ ഒരു 60s 70s കാലഘട്ടമാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും they were growing together എന്നുള്ളത്. 2 മനുഷ്യർ അവർ പരസ്പരം സ്നേഹിച്ചും പരസ്പരം പങ്കുവെച്ചും പരസ്പരം കൊടുത്തും വാങ്ങിയും ആണ് അവരതിൽ ജയിക്കുന്നത്. ആൻഡ് അവരതിൽ ഗ്രോ ചെയ്യുന്നത്, അവർ ഒരുമിച്ച് വളർന്നു വരികയായിരുന്നു. അതിലൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാറുണ്ട്. നായിക പറയുന്നുണ്ട്, കല്യാണം ആയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഭയങ്കര സ്റ്റബേൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര കാർക്കശ്യക്കാരനായിട്ടില്ല, ദേഷ്യക്കാരനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എല്ലാത്തരത്തെ മെയിൽ ഈഗോയും ഉള്ളൊരു മനുഷ്യനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് തിരിച്ച് ആളുടെ വീട്ടിലേക്കുള്ള ബസ് യാത്രയിൽ ഛർദ്ദിക്കാൻ വരുമ്പോൾ ഒരു നാരങ്ങ എടുത്ത് കൊടുത്തിട്ട് ഇദ്ദേഹം ചിരിക്കുന്നുണ്ട്. അപ്പം ഷീ ഫെൽറ്റ് ലൈക്ക് ആ ഒരു ചിരിയിൽ, ആ ഒരു ചെറു പുഞ്ചിരിയിൽ ഷീ ഫെൽറ്റ് ദാറ്റ് ഈ മനുഷ്യൻ ആണ് അയാളുടെ ലവ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഹോം ഫീൽ ചെയ്യുന്ന, ഐ ക്യാൻ ഫൈൻഡ് എ ഹോം ഇൻ ദിസ് പേഴ്സൺ എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് അവർ കണക്ട് ആവുകയാണ്. ആ ഒരു വൈബ് അവിടെ കണക്ട് ആകുന്നൊരു സാധനം. ആൻഡ് ത്രൂ ഔട്ട് ദ മൂവിയിൽ ഇവർ തമ്മിലൊരു കെമിസ്ട്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെയും അല്ലെങ്കിൽ നിർമ്മല ശ്രീനിവാസൻ മാമിനെ ഒക്കെ അറിയുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രൈ ടു വാച്ച് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഒരു എനിക്ക് കുറച്ച് അതിലുള്ള കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു പോയിന്റിൽ നായികക്ക് വയ്യാതാവുകയും ആ സമയത്ത് നായകൻ പറയുന്നുണ്ട് ലൈക്ക് നീ റെസ്റ്റ് എടുത്തോളൂ, നല്ല ക്ഷീണം കാണും, ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം, അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറയും. ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള കുറേ അധികം പരാതികളിൽ ലൈക്ക് ഒരു റിലേഷൻഷിപ്പിലെ പരാതികളിൽ എപ്പോഴും കേൾക്കാറുള്ളതാണ് 50-50 നമ്മൾ എഫേർട്ട് ഇടേണ്ടത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് 50-50. സംടൈംസ് ഇറ്റ്സ് ലൈക്ക് ഒരു 10-90 ആയിരിക്കും, അല്ലെങ്കിൽ 60-40 ആയിരിക്കും. പക്ഷേ ഇത് ബ്യൂട്ടി ഇൻ എ റിലേഷൻഷിപ്പ് ഇസ് ലൈക്ക് ഫൈൻഡിങ് ദറ്റ് ബാലൻസ് എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു സീനിൽ അല്ലെങ്കിൽ ആ ഒരു വിഷ്വലിൽ എനിക്ക് ആ ബാലൻസ് ഫൈൻഡ് ചെയ്യണത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ അത്രയും കാലം വീട്ടിലെ കാര്യങ്ങൾ അയാൾക്ക് വെച്ചുണ്ടാക്കി കൊടുത്ത് അയാളെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടന്നിട്ടുള്ളത് ഈ സ്ത്രീ ആയിരുന്നു. ഒരു പോയിന്റിൽ അവർക്ക് വയ്യാതായപ്പം ഹി വാസ് ഗിവിങ് ബാക്ക്, ലൈക്ക് തിരിച്ചത് കൊടുക്കുന്നതിൻ്റെ ഒരു ബ്യൂട്ടി. ഇറ്റ്സ് വെരി നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് എനിക്ക് ഇത് പറയണം തോന്നി. ചിലപ്പം നിങ്ങൾക്കിത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇതിലൊക്കെ എന്താ അത്ര വലിയ കാര്യമില്ലെന്ന് തോന്നുന്നുണ്ടാവും. പിന്നെ അതിലുള്ള ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനം വന്നത്, ഇവർക്ക് മക്കളുണ്ട്, മക്കളൊക്കെ പുറത്തൊക്കെയാണ്, ലൈക്ക് പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കും. ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ പട്ടണത്തിൽ എവിടെയോ, ആൻഡ് ഒരാൾ കുവൈറ്റില്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള മോൻ്റെ മോള് ലെനയാണ് മോളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, ആൻഡ് ദ പേഴ്സൺ ലൈക്ക് ആ ഒരു റിലേഷൻഷിപ്പുള്ള ആ ഒരു കാമുകൻ മറ്റൊരു മതത്തിലുള്ള ആളാവുകയും ഈ ലെനന്റെ പാരന്റ്സ് രണ്ടുപേരും ഒരുപാട് തവണ കൺവിൻസ് ചെയ്യാൻ നോക്കി, പല ആളുകളെ വിട്ടിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കി റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ പ്രണയം ഭയങ്കര ലൈക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതായത് കാരണം അവര് പിരിയാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ആൻഡ് ഒരു പോയിന്റിൽ ലെനനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ഇവര് നമ്മളെ നായകന്റെ അടുത്ത് ലൈക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തും അതുപോലെ നിർമ്മലാന്റെ അടുത്തും ഇവർ പറയുന്നുണ്ട് ലൈക്ക് നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞാല് കേൾക്കും അവള്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം റിലേഷൻഷിപ്പ് ഒന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അങ്ങനെ ലെനയുടെ അടുത്ത് ഇവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. ആൻഡ് ആ പോയിന്റിൽ ലെന പറയുന്നുണ്ട് നമുക്ക് അത്രയും ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ ഈ റിലേഷനിൽ പിന്മാറാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അപ്പൂപ്പനും അമ്മൂമ്മയും പറയുന്നൊരു സാധനം, ഇനിയിപ്പം അച്ഛനും അമ്മയും സമ്മതിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നെ അവൻ നോക്കും, നിനക്ക് ഉറപ്പുണ്ടോന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇല്ലാതെ പറ്റില്ല, ഞാൻ അത്രയും കാര്യമാണ് ആൾക്ക് എന്നുള്ളത് പറയും. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇനി അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, രണ്ടുപേരും ഇങ്ങോട്ട് പോരുക, ഇവിടുത്തെ അമ്പലത്തിൽ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് തരും എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിലുള്ള ജാതീയത അല്ലെങ്കിൽ മതോ അല്ലെങ്കിൽ കാസ്റ്റോ അതിനെ കുറിച്ചിട്ടൊന്നുമല്ല എനിക്ക് പറയാൻ തോന്നുന്നത്. എനിക്ക് പറയാൻ തോന്നുന്നത് വെരി നാട്ടുമ്പുറത്ത് വെരി ടിപ്പിക്കലായിട്ട് ജീവിച്ച് വന്ന രണ്ട് മനുഷ്യന്മാരുടെ ഒരു ഓറിയന്റേഷനാണ്. പ്രണയത്തിലായിരിക്കുന്ന രണ്ട് മനുഷ്യന്മാരെ പിരിയുന്നതിനേക്കാൾ അപ്പുറത്ത് അവർ ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് കേപ്പബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദേ ആർ ഇൻ ലവ്, ലെറ്റ് ദം ലിവ് എന്നുള്ളൊരു സാധനം ആ ഒരു സാധനം അവരോട് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ പറയും നമ്മൾ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആവണം, ലോകം കാണണം ലൈക്ക് എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സോ കോൾഡ് സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത അപ്പൂപ്പനും അമ്മൂമ്മയാണ് പറയുന്നത് ഇവിടേക്ക് വന്നാൽ മതി, ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ്? ലൈക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നമ്മളെ നാട്ടില് അങ്ങനത്തെ ഒരു സാധനം നടക്കുന്നത്? ലൈക്ക് എനിക്ക് അത് ഭയങ്കര ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, ഭയങ്കര രസമുള്ള ഒരു സാധനമായിട്ട് തോന്നി. ആൻഡ് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നിയൊരു സാധനം, അവസാനം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ് മരിക്കുന്നുണ്ട്. മരിക്കുന്ന സീനൊക്കെ ഭയങ്കര രസാട്ടോ. ഇവരെ തൊട്ടടുത്തുള്ള ഇവരെ ഏറ്റവും പ്രിയപ്പെട്ട തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ കല്യാണം നടന്ന് ആൻഡ് അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച്
വയറ് നിറയെ മനസ്സ് നിറയെ ഭക്ഷണം കഴിച്ച് ഒരു ഉച്ചമയക്കത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കിടക്കുമ്പം ഇവരിങ്ങനെ സംസാരിക്കുക. ഓക്കെ, ഇവർക്ക് ഇനി ഇനി ഇങ്ങനെ ഇങ്ങനെ അവരുടെ ഒരു യൂഷ്വൽ കോൺവെർസേഷൻ്റെ ഇടയിലാണ് ഇയാൾ മയങ്ങുന്നത് വെച്ചാൽ മരിക്കുന്നത്. അപ്പം പുള്ളിക്കാരി എനിക്ക് ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് നോക്കുന്നുണ്ട്, ഹൃദയം എടുത്ത് നിന്നോ എന്നുള്ളത്. അപ്പം ആള് മരിച്ചിട്ടുണ്ട്. വെരി വെരി കാം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും കഷ്ടപ്പെടുത്താതെ, ആരടുത്തും ആരെ കൊണ്ടും ഒരു ഇടങ്ങേറുണ്ടാക്കിപ്പിക്കാണ്ട് ഉള്ളൊരു മരണമായിരുന്നു അത്. ആഫ്റ്റർ ദാറ്റ് പുള്ളിക്കാരി പറയുന്നൊരു സാധനം, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കെ അദ്ദേഹം മരണപ്പെടണം എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ടേക്ക് കെയർ ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ മക്കൾക്കൊന്നും പറ്റിക്കോളണമെന്നില്ല, എൻ്റെ ആർക്കും പറ്റിക്കോളണമെന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. സോ ഞാൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആൾ ജീവിക്കുക എന്ന് പറഞ്ഞത് വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും ആൾക്ക്. പക്ഷെ അതേ സമയത്ത് ഞാനുള്ള കാലത്തിൽ ആൾ മരിക്കുക എന്ന് പറയുന്നത് ഐ എം ഹാപ്പി ഫോർ ഹിം എന്നുള്ള പറയുന്നത്. എനിക്ക് ആ ഒരു എന്താ പറയുക, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ടാണ് ആ പറഞ്ഞു വെക്കുന്നത്. ലൈക്ക് ഒരു 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 ഈഗോയും ഇല്ലാണ്ട്, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന സാധനം, ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള ഈഗോയും അവിടെ ഇറക്കി വെച്ചിട്ട് ഇഫ് യു ക്യാൻ വൾണറബിൾ ഈച്ച് അതർ, അതിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കര രസമായിരിക്കും. അതിൻ്റെ ഒരു ഭയങ്കര പെർഫെക്റ്റ് എക്സാമ്പിളായിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത്. കാരണം രണ്ടുപേരുടെയും ഒരു തരത്തിലുള്ള ഈഗോയും ഹേർട്ട് ചെയ്യാണ്ട് എല്ലാം ഈഗോയും ഇവിടെ ഇറക്കി വെച്ചുകൊണ്ട് രണ്ട് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മകം വഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ഞാനിത് പറയാൻ കാരണം അത് 2 റീസൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ റീസൺ, ഇതിൻ്റെ ഡയറക്ഷൻ MT വാസുദേവൻ നായരായിരുന്നു. 2024 അവസാനിക്കുന്നത് നമുക്ക് നഷ്ടങ്ങളോടെയാണ്. നമ്മൾ കേരളക്കരയ്ക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമാ ലോകത്തിനാണെങ്കിലും എഴുത്തുകാർക്കാണെങ്കിലും വായനക്കാർക്കാണെങ്കിലും ഒക്കെ വലിയ നഷ്ടത്തോടെയാണ് 2024 അവസാനിച്ചിട്ടുള്ളത്. MTയുടെ മരണം എന്ന് പറയുന്നത്. MTയുടെ ചിത്രങ്ങളിൽ ഇന്നും മനസ്സിൽ ഏറ്റവും ലൈക്ക് MTയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നൊരു മൂവിയാണ് ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്നത്. ഈ അടുത്ത് വീണ്ടും ഞാൻ അതിനെ കാണുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിന്. ഐ ഫെൽറ്റ് ലൈക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ആൻഡ് MT കടന്നു പോകുമ്പോൾ, MT എന്നുള്ളൊരു മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ ചിലപ്പം ഇനി വരുന്ന എഴുത്തുകാർക്ക് എത്രത്തോളം അത് പറ്റും എന്നൊക്കെ ഉള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ആള് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു സാഗരമുണ്ട്, അക്ഷരങ്ങളുടെ എഴുത്തുകളുടെ വലിയൊരു സാഗരം. MT എന്ന് പറയുമ്പം അതുപോലെ തന്നെ ഓർമ്മ വരുന്നത് മഞ്ഞാണ്. മഞ്ഞ് ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൽ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണങ്ങളൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ഇഫ് സമ്മൺ ക്യാൻ ലവ് ലൈക്ക് ദാറ്റ്, ഹൗ ലക്കി ദ പേഴ്സൺ. എനിക്ക് ഓരോ തവണയും ഈ മഞ്ഞ് വായിക്കുമ്പോഴും, മഞ്ഞുള്ള പർട്ടിക്കുലർലി ഈ വരികൾ വായിക്കുമ്പോഴും ഇങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ ഫില്ലാകണ പോലെ തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രണയവും ഇഷ്ടവും സ്നേഹവും കാമവും എല്ലാം കൂടെ പുറത്തേക്ക് എന്താ പറയുക, ഔട്ട് ബസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ എം ഫീലിംഗ് ലൈക്ക് അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. ആൻഡ് നമുക്കൊക്കെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റട്ടെ. ഏറ്റവും വൾണറബിളായിട്ട്, ഏറ്റവും നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർക്കുന്നു, നമ്മളങ്ങനെ അയച്ചിട്ടിട്ട് ലൈക്ക് നമ്മളിങ്ങനെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മളെങ്ങനെ ഊരി എറിഞ്ഞിട്ട് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ സംഗമിക്കുന്നതാവട്ടെ ബന്ധങ്ങൾ. അതിനുള്ള ഉദാഹരണമായിരുന്നു ചെറുപുഞ്ചിരിയും മഞ്ഞും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ MT കാലത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ അടുത്ത് ബാക്കിയാകുന്നത് MTയുടെ പുസ്തകങ്ങളും MTയുടെ അക്ഷരങ്ങളും MT ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളൊക്കെയാണ്. നമ്മൾ ഇനിയുള്ള തലമുറയുടെ അടുത്ത് പറയാനുള്ളത് ഇതായിരുന്നു MT, ഇതൊക്കെയായിരുന്നു MT,
ഇത് മാത്രമായിരുന്നില്ല എം ടി എന്നുള്ളതാണ്. വരികൾക്കിടയിലൂടെ ഇനിയും നമ്മൾ വായിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട് ആ മനുഷ്യനെ. അപ്പോൾ 2024 അവസാനിച്ചത് വലിയ നഷ്ടങ്ങളോടെയാണെങ്കിലും നമുക്ക് ഭയങ്കര ആശ്വസിക്കാം അല്ലെങ്കിൽ സമാധാനിക്കാം. എം ടി ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളും ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു തോട്ടായിരുന്നു, പറയണമെന്ന് തോന്നി. യാ, എന്തായാലും നിങ്ങൾ കേട്ടോക്കി.